വെൽക്കം ടു ഷെമിബാസ്. എക്സ്പ്ലോറിംഗ് ഷാർജയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തരം രസകരവും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള വീഡിയോകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എക്സ്പ്ലോറിംഗ് ഷാർജയുടെ ഇന്നത്തെ യാത്ര ഷാർജയിലെ പ്രധാനപ്പെട്ട ഒരു മ്യൂസിയത്തിലേക്കാണ്. ഷാർജ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷൻ. ഷാർജ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഷാർജയിലുള്ള ഒരു മ്യൂസിയമാണ്. ഷാർജ ക്രീക്കിന് എതിർവശത്തായി അൽ മജറ ഏരിയയിലെ കോർണിഷ് സ്ട്രീറ്റിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. വലിയ വലിപ്പവും സുവർണ്ണ കളറുള്ള താഴികക്കുടവും കാരണം ഇത് വളരെ ദൂരെ നിന്ന് പോലും ഒരാൾക്ക് പരസ്യമായി കൊണ്ട് കാണാൻ സാധിക്കും. 2008 തുറന്ന മ്യൂസിയം ഇസ്ലാമിക സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നു. ഇസ്ലാമിക ലോകത്തു നിന്നുള്ള 5000-ൽ-അധികം പുരാവസ്തുക്കൾ, കാലിഗ്രാഫി, കൊത്തുപണികൾ, സെറാമിക്സ്, നാണയങ്ങൾ, ഗ്ലാസ്, കയ്യെഴുത്തു പ്രതികൾ, ലോഹപ്പണികൾ, ശാസ്ത്രീയോപകരണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. മുമ്പ് ഇസ്ലാമിക് മ്യൂസിയം എന്നറിയപ്പെട്ടിരുന്ന ഇത് 1996-ൽ തുറന്നുമാറ്റി നിലവിലുള്ള ഈ കെട്ടിടത്തിൽ പുനഃസ്ഥാപിച്ചു. ഷാർജ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷൻ 2 ലെവലുകളിലായി 7 ഗാലറികളാണുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ ഗാലറികൾ ഇസ്ലാമിക വിശ്വാസത്തിന്റെ വശങ്ങളും അറബ് ശാസ്ത്രജ്ഞരുടെയും ജ്യോതിശാസ്ത്രജ്ഞരുടെയും നേട്ടങ്ങൾ ഉൾക്കൊള്ളുന്നു. തുണിത്തരങ്ങളും ആഭരണങ്ങളും ഉൾപ്പെടെയുള്ള ഇസ്ലാമിക കലകളുടെയും കരകൗശല വസ്തുക്കളുടെയും കാലാനുസൃതമായ ഒരു അവലോകനം മുകളിലത്തെ നിലകളിൽ കാണാം. ഇവിടുത്തെ ശേഖരം പോലെ തന്നെ വളരെ ആകർഷകമാണ് ഇതിന്റെ കെട്ടിടങ്ങളും. അസ്ട്രാലേബുകൾ, കയ്യെഴുത്തു പ്രതികൾ, സെറാമിക്സ്, നാണയങ്ങൾ എന്നിവയെല്ലാം ഇവിടുത്തെ പ്രധാന കാഴ്ചകളാണ്. വിശുദ്ധ കഅബയുടെ വാതിലിനുള്ള സ്വർണം കൊണ്ട് അലങ്കരിച്ച കർട്ടനും നക്ഷത്ര സമൂഹങ്ങളെ വിശദീകരിക്കുന്ന സെൻട്രൽ ഡോമിന് താഴെയുള്ള മൊസൈക്കും ഒക്കെ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. നമുക്ക് കാഴ്ചകളിലേക്ക് കടക്കാം. ഇതാണ് എൻട്രൻസ്. ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് ദ ഡോം ഓഫ് ദ റോക്ക് മോസ്ക്. ഈ കെട്ടിടം ഏറ്റവും മികച്ച ഇസ്ലാമിക വാസ്തുവിദ്യാ ഘടനകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അൽ അക്സ മോസ്കിന് അടുത്ത് ജെറുസലേമിൽ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. AD 9th സെഞ്ചുറിയിൽ അബ്ബാസിഡ് ഖാലിഫ് അൽ മുഅമ്മിൻ നിർമ്മിച്ച 2 ഡയമെൻഷണൽ വേൾഡ് മാപ്പാണിത്. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നൊക്കെയുള്ള വിവരങ്ങൾ ഈ സ്ക്രീനിൽ ലഭ്യമാണ്. ഇത് ആർട്ട് ഓഫ് ഓട്ടോമാൻ ബുക്ക് ബൈൻഡിംഗ്. AD 14-15 നൂറ്റാണ്ടുകളിൽ ഓട്ടോമൻ സാമ്രാജ്യം ഏഷ്യ മൈനർ മുതൽ ഈജിപ്ത്, സിറിയ, അറേബ്യൻ ഉപദ്വീപിലെ ഹിജാസ്, വടക്കേ ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്കുള്ള പ്രദേശം ഭരിച്ചിരുന്ന സമയത്താണ് ഇതിന്റെ ആവിർഭാവം. ഇസ്ലാമിക സയന്റിസ്റ്റുകളും ഇൻവെന്റേഴ്സും അമേസിംഗ് ആയിട്ടുള്ള നിരവധി ക്ലോക്കുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് എലിഫന്റ് ക്ലോക്ക്. ഇതൊരു വാട്ടർ ക്ലോക്ക് അഥവാ ജലഘടികാരമാണ്. ഇതിന് നിർമ്മാതാവ് അൽ ജസൈരിയാണ്. ആനയുടെ വയറിനുള്ളിൽ ദ്വാരമുള്ള ഒരു ബൗൾ ഉണ്ട്. ഇതിൽ വെള്ളം നിറയുമ്പോൾ അത് ആനയുടെ വയറിനുള്ളിലെ വെള്ളത്തിലേക്ക് താഴുന്നു. അപ്പോൾ അത് അവിടെ കാണുന്ന ആ എഴുത്തുകാരനെയും പേനയെയും ചലിപ്പിക്കുന്ന കയറുകൾ വലിക്കുന്നു. ഇത് മിനിറ്റുകളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അരമണിക്കൂർ സമയമാണ് ബൗൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. ആ ഓരോ അരമണിക്കൂറിലും ക്ലോക്കിന്റെ മുകളിലുള്ള കാസിലിൽ നിന്നും അവിടെ കാണുന്ന ഒരു ഫിനിക്സ് പക്ഷിയുടെ ചലനത്തോടും ശബ്ദത്തോടും കൂടി ഒരു ബോൾ താഴേക്ക് വീഴാൻ ഇടയാക്കുന്നു. സിൽവർ ബ്ലാക്ക് ഡയലോട് കൂടിയ ഫാനിനെ ആ ബോൾ തട്ടുന്നു. സൂര്യോദയത്തിന് ശേഷമുള്ള മണിക്കൂറുകളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഫാൽക്കണിനെ റിവീൽ ചെയ്യാൻ സുൽത്താൻ തന്റെ കൈകൾ ചലിപ്പിക്കുന്നു. പന്ത് അതിന്റെ കൊക്കിൽ നിന്ന് വീഴുകയും അപ്പോൾ ചൈനീസ് ഡ്രാഗൺ അത് എടുത്ത് താഴോട്ട് പോയി സെൻട്രൽ പിന്നിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ മുങ്ങിക്കിടക്കുന്ന ബൗൾ മുകളിലേക്ക് ഉയർന്നു വരുന്നു. അവസാനം ആ പന്ത് ഒരു പാത്രത്തിലേക്ക് വീഴുന്നു. ഇത് ആനയുടെ മുകളിൽ ഇരിക്കുന്ന ആളുടെ കയ്യിലെ ഹാമർ ചലിക്കാൻ ഇടയാക്കുന്നു. ഇത് അവിടെയുള്ള സിംബൽ അഥവാ ഇലത്താളത്തിൽ ഇടിച്ച് ശബ്ദമുണ്ടാക്കുന്നു. ഇത് ഒരു അരമണിക്കൂറിനെ സൂചിപ്പിക്കും. അതേസമയം ബൗൾ വീണ്ടും പഴയ സ്ഥിതിയിലാവുകയും എല്ലാ പ്രോസസ്സും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. ഇത് അൽ ജസൈരിയുടെ തന്നെ മറ്റൊരു വാട്ടർ ക്ലോക്ക് മോഡലാണ്. AD 1576-1580 കാലഘട്ടങ്ങളിൽ 3 ഡയമെൻഷനിൽ വീനസിന്റെ റേഡിയസ് അളക്കാൻ ഉപയോഗിച്ച ഒരു ഉപകരണത്തിന്റെ മോഡലാണിത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച 7 ഗാലറികളിൽ ആദ്യത്തെ ഗാലറിയായ ഇബ്നു അൽ ഹൈത്തം ഗാലറിയാണിത്. ഇസ്ലാമിക സയൻസ്, ടെക്നോളജി, ഇന്നോവേഷൻ എന്നിവയുടെ ചരിത്രത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഗാലറിയായ ഇബ്നു അൽ ഹൈത്തം ഗാലറി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സങ്കീർണമായ ആദ്യകാല ഘടികാരങ്ങൾ, നാവിഗേഷൻ സഹായങ്ങൾ, ആയുധങ്ങൾ എന്നിവയുൾപ്പെടെ ഇസ്ലാമിക ശാസ്ത്ര പുരോഗതി കാണിക്കുന്ന പ്രദർശനങ്ങൾ ഉൾക്കൊള്ളുന്നു. ഓരോന്നിനെ കുറിച്ചും വിശദീകരിക്കുക എന്നത് അപ്രായോഗികമായതിനാൽ കുറച്ച് കാര്യങ്ങൾ മാത്രം വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ അറിയേണ്ടവർ അവിടെ കാണിച്ചിരിക്കുന്ന ഡിസ്പ്ലേ വായിച്ചാൽ മതിയാകും. AD 15-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ ലെക്സറിൽ കണ്ട വലിയ തോതിൽ കോഴികളെ വിരിയിപ്പിക്കുന്ന ഒരു ഇൻക്യുബേറ്റർ മോഡലാണിത്. ഓരോ 10 ദിവസത്തിൽ 10,000 കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ കപ്പാസിറ്റി ഉള്ളതായിരുന്നു ഇത്. AD 13-ാം നൂറ്റാണ്ടിൽ ആശുപത്രികളിലേക്കും പള്ളികളിലേക്കും വെള്ളം സപ്ലൈ ചെയ്യുവാൻ ദമസ്കസിൽ നിർമ്മിച്ച ഒരു വാട്ടർ വീലിന്റെ മോഡലാണിത്. ഇറാഖിലെ ബാഗ്ദാദിലെ ഏറ്റവും പഴക്കമേറിയ യൂണിവേഴ്സിറ്റിയായ മദ്രസ അൽ മസ്താൻസിറിയ AD 1277 ആണ് പണി കഴിപ്പിച്ചത്. അതിന്റെ ഒരു മോഡലും 1154 കിങ് നൂറുദ്ദീൻ മുഹമ്മദ് അൽ സാങ്കി പണി കഴിപ്പിച്ച ദമസ്കസിലെ നൂറുദ്ദീൻ മോസ്കിന്റെ മോഡലും എല്ലാം വിസ്മയം ഉളവാക്കുന്നവയാണ്. AD 1870 പണി കഴിപ്പിച്ച ഇസ്താൻബുളിലെ തന്നെ മറ്റൊരു പള്ളിയാണിത്, സെലീമിയ മോസ്ക്. മുഗളന്മാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് AD 1722 ഡൽഹിയിൽ നിർമ്മിച്ച ജന്തർ മന്ദർ മോഡൽ വരെ ഇവിടെ കാണാൻ സാധിക്കും.
13-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ ഭരിച്ചിരുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കലയും വാസ്തുവിദ്യയും ഒരു നിർദ്ദിഷ്ട തീയതിയിലോ ശൈലിയിലോ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. കാരണം ഓട്ടോമൻ കലയും വാസ്തുവിദ്യയും ഇസ്ലാമിക ബൈസന്റൈൻ ശൈലികളുടെ സമന്വയമായിരുന്നു. ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയായിരുന്ന ബൈസന്റൈൻ ചക്രവർത്തിയുടെ സാമ്രാജ്യം മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്നു. ഇന്നത്തെ ഇറ്റലി, ഗ്രീസ്, തുർക്കി എന്നിവയും വടക്കേ ആഫ്രിക്കയുടെയും മിഡിൽ ഈസ്റ്റിന്റെയും ഭാഗങ്ങൾ ഉൾപ്പെടെ. കാലിഗ്രാഫി ഓട്ടോമക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമായിരുന്നു. ഇത് സാഹിത്യത്തിന് മാത്രമല്ല, കലാസൃഷ്ടികൾക്കും ഫർണിച്ചറുകൾക്കും അലങ്കാരമായി ഉപയോഗിച്ചു. പരവതാനി നെയ്ത്ത്, മിനിയേച്ചർ പെയിന്റിങ്ങുകൾ, ഉയർന്ന നിലവാരമുള്ള ആഭരണ നിർമ്മാണം എന്നിവയെല്ലാം പ്രസിദ്ധമായ ഓട്ടോമൻ കരകൗശല വസ്തുക്കളായിരുന്നു. 16-ാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിൽ ഓട്ടോമൻ കരകൗശല വിദഗ്ധർ മനോഹരമായ സെറാമിക് സാധനങ്ങൾ നിർമ്മിച്ചു. ഏറ്റവും പ്രശസ്തമായത് നീലയും വെള്ളയും നിറഞ്ഞ ഇസ്നിക് സൃഷ്ടികളാണ്. ഈ കാണുന്നത് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന ഡെന്റിസ്ട്രി സർജിക്കൽ ടൂൾസ്, അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ട്രാക്ഷൻ ബെഞ്ചുമൊക്കെയാണ്. ഇസ്ലാമിക് സയൻസ്, ടെക്നോളജി, ഇന്നൊവേഷൻ എന്നിവയുടെ ഗാലറിയായ ഇബ്നു അൽ ഹൈത്തം ഗാലറി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. ഇനി രണ്ടാമത്തെ ഗാലറിയായ അബൂബക്കർ ഗാലറി ഓഫ് ഇസ്ലാമിക് ഫെയ്ത്ത്, ഇസ്ലാമിന്റെ ചരിത്രത്തിനും സ്വഭാവത്തിനും സമർപ്പിച്ചിരിക്കുന്ന ഗാലറിയായ അബൂബക്കർ ഗാലറി ഓഫ് ഇസ്ലാമിക് ഫെയ്ത്ത് AD 644-656 വരെ ഭരിച്ചിരുന്ന മൂന്നാം ഖലീഫ ഉസ്മാനുബിൻ ഇബ്ൻ അഫ്ഫാന്റെ ഖുർആന്റെ ഒരു പകർപ്പ്, മക്കയിലെ കഅബയ്ക്ക് ഉപയോഗിച്ചിരുന്ന ആവരണമായ കിസ്വ, ഷാർജ പൗരന്മാർ അന്നത്തെ ദുഷ്കരമായ ഹജ്ജ് തീർത്ഥാടനത്തിന് പുറപ്പെടുന്നതിന്റെ ആദ്യകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ എന്നിവയുടെ അമൂല്യ ശേഖരങ്ങളാണ്. ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളായ ഷഹാദ, പ്രാർത്ഥന, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്നിവയെക്കുറിച്ചുള്ള ഒരു വിവരണമാണിത്. ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഒരു വിശുദ്ധ ഖുർആൻ കയ്യെഴുത്തു പ്രതിയുടെ യഥാർത്ഥ കോപ്പിയാണിത്. കടലാസിൽ കുഫിക് ഭാഷയിൽ എഴുതിയ യഥാർത്ഥ കയ്യെഴുത്തു പ്രതി തുർക്കിയിലെ ഇസ്താൻബുളിലുള്ള ടോപ്പ് കോപ്പി കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. 1811 ഈജിപ്തിലെ ഗവർണറായിരുന്ന മുഹമ്മദ് അലി പാഷയാണ് ഇത് ഓട്ടോമാൻ സുൽത്താൻ മഹ്മൂദ് രണ്ടാമന് സമ്മാനിച്ചത്. ഇതാണ് കിസ്വ. മക്ക അൽ മുക്കറമയിലെ കഅബയെ മൂടുന്ന തുണിയാണ് കിസ്വ. എല്ലാ വർഷവും ദുൽഹജ്ജ് മാസത്തിലെ 9-ാം ദിവസമാണ് ഇത് കഅബയെ പൊതിയുന്നത്. സുഡാൻ, ഇന്ത്യ, ഈജിപ്ത്, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണ് പരമ്പരാഗതമായി കിസ്വ നിർമ്മിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഇത് ഈജിപ്തിലായിരുന്നെങ്കിൽ 1960-കളിൽ സൗദി അറേബ്യയിലെ രാജാവ് അബ്ദുൽ അസീസ് ഇബിൻ സൗദ് സൗദി അറേബ്യയിൽ കിസ്വ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി നിർമ്മിക്കാൻ ഉത്തരവിട്ടു. അവിടെയാണ് ഇപ്പോൾ കിസ്വ നിർമ്മിക്കുന്നത്. അതിന്റെ നിർമ്മാണ വീഡിയോ ഒക്കെ സ്ക്രീനിൽ കാണാൻ കഴിയും. ഖന്ദീൽ അഥവാ ലാമ്പ് എന്ന് വിളിക്കുന്ന ഇത് വിശുദ്ധ കഅബയുടെ കിസ്വ ബെൽറ്റിനു കീഴിൽ സ്ഥാപിച്ചിരിക്കുന്ന നീളമേറിയ ഭാഗങ്ങൾക്കിടയിൽ ഇതുപോലെയുള്ള കഷ്ണങ്ങൾ സെപ്പറേറ്റർ ആയി വെക്കുന്നു. അത്തരത്തിലുള്ള 12 എണ്ണമാണ് ആകെ ഉള്ളത്. വിശുദ്ധ കഅബയുടെയും കഅബയുടെ തെക്കിഴക്കൻ മൂലയിലെ ബ്ലാക്ക് സ്റ്റോൺ, അതായത് അജറുൽ അസ്വദിന്റെ മോഡലുകളും ഇവിടെ കാണാം. ഹജ്ജ് ചെയ്യുമ്പോഴുള്ള ഓരോ ഘട്ടങ്ങളെയും വ്യക്തമായ രീതിയിൽ ഇവിടെ കാട്ടിത്തരുന്നു. വിശുദ്ധ ഖുർആനിന്റെ 11 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ അടങ്ങിയ കയ്യെഴുത്തു പ്രതി. വാക്യങ്ങൾ കറുത്ത നാസ്ക് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇത്തരം കുറെ വിശുദ്ധ ഖുർആന്റെ കയ്യെഴുത്തു പ്രതികൾ ഇവിടെ കാണാൻ കഴിയും. അത്ഭുതകരമായ നിരവധി കാഴ്ചകൾ സമ്മാനിച്ച അബൂബക്കർ ഗാലറി ഓഫ് ഇസ്ലാമിക് ഫെയ്ത്ത് എന്ന ഗാലറിയിൽ നിന്നും പുറത്തേക്ക്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ താഴത്തെ നിലയിൽ 2 ഗാലറികളും പിന്നെ നാണയങ്ങളുടെ വൻ ശേഖരവും ഒരു സുവനീർ ഷോപ്പുമാണുള്ളത്. ഷാർജ ഇസ്ലാമിക് മ്യൂസിയം നിരവധി ഇസ്ലാമിക നാണയങ്ങളുടെ ശേഖരം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവയിൽ ചിലത് ഹിജ്രി 51 മുതലുള്ളതാണ്. ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിലെ 10 വ്യത്യസ്ത കാലഘട്ടങ്ങളായ സമാനി, സഫാരി, ഫാത്തിമി, ബുവൈഹി, സെൽജുക്, അയ്യൂബി, മുഗൾ, ബനു റസൂൽ, മംലൂക്കി, ഓട്ടോമാൻ നിന്നുള്ള നാണയങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. ഇതിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ഉമയ്യദ് ഫിൽസ് എന്ന നാണയം. ഇതിൽ ഉമയ്യദ് ഖലീഫയായ അബ്ദുൽ മാലിക് ബിൻ മർവാന്റെ വാളോങ്ങിയിട്ടുള്ള ചിത്രം ആലേഖനം ചെയ്തതായിട്ട് കാണാം. ഈ ലെൻസിൽ കൂടി നോക്കിയാൽ ഓരോ കോയിൻസിനെയും വളരെ വ്യക്തമായി കാണാനുള്ള സൗകര്യവും കൂടി മ്യൂസിയം ചെയ്തു വച്ചിട്ടുണ്ട്. ഈ കെട്ടിടത്തിന്റെ ഒരു മിനിയേച്ചർ രൂപം കണ്ട് നമ്മൾ പോകുന്ന ഒരു സുവനീർ കടയിലേക്കാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു കഫേയും കാണാം. ഇനി മുകളിലത്തെ നിലയിലേക്കാണ്. ഈ 4 ഗാലറികൾ കാലങ്ങളായി ഇസ്ലാമിക കലകൾ, അതുപോലെ മോഡസ്റ്റ് ഫാഷനുകളുടെയും കണ്ടംപററി പീസിന്റെയും പ്രദർശനങ്ങളാണുള്ളത്.
പൂച്ചയുടെ ആകൃതിയിലുള്ള ഇത് സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കാനുള്ള വിളക്കാണ്. ഇതിന്റെ തല പുറകിലോട്ട് ഓപ്പൺ ആക്കി അതിലാണ് ചാർക്കോളും സുഗന്ധദ്രവ്യങ്ങളും നിറയ്ക്കുന്നത്. ഇത് AD 12-ാം നൂറ്റാണ്ടിൽ ഇറാനിലും അഫ്ഗാനിലും ഒക്കെ ഉപയോഗിച്ചിരുന്നവയാണ്. പഴയ കാലങ്ങളിൽ ഇറാനിൽ നിർമ്മിച്ച വിവിധ ഡിസൈനോട് കൂടിയ സെറാമിക് പാത്രങ്ങളും കാണാം. 600 വർഷത്തെ പാരമ്പര്യത്തിന്റെയും ആധുനിക ആഡംബരത്തിന്റെയും അതിമനോഹരമായ സംയോജനമാണ് ഓട്ടോമാൻ ടച്ച് ആന്റിക് ഡെക്കറേറ്റീവ് കളക്ഷൻസ്. ഓട്ടോമൻ സാമ്രാജ്യം അതിമനോഹരമായ കൈകൊണ്ട് നിർമ്മിച്ച അലങ്കാര വസ്തുക്കൾക്ക് പേരുകെട്ടതാണ്. തലമുറകളായി കൈമാറി വന്ന പരമ്പരാഗത സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിരുന്ന വിദഗ്ധരായ കരകൗശല വിദഗ്ധർ. സങ്കീർണമായ രൂപകൽപ്പനകൾ, ഉയർന്ന നിലവാരമുള്ള വസ്തുക്കൾ, നൈപുണ്യമുള്ള കരകൗശല വസ്തുക്കൾ എന്നിവയാൽ ഈ വസ്തുക്കൾ വളരെ വിലമതിക്കപ്പെട്ടു. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കൈകൊണ്ട് നിർമ്മിച്ച അലങ്കാര വസ്തുക്കൾ വൈദഗ്ധ്യവും കരകൗശലവും സങ്കീർണമായ രൂപകൽപ്പനയും വിലമതിക്കുന്ന സമ്പന്നവും ഊർജ്ജസ്വലവുമായ ഒരു സംസ്കാരത്തിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്നു. ഗാലറി 2ലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് മനോഹരമായ ഒരു മിനിയേച്ചർ രൂപം ഇവിടെ കാണുവാൻ സാധിക്കും. സ്റ്റോണുകളുടെ ശേഖരമാണ് ഇവിടെ. AD 18-ാം നൂറ്റാണ്ടിൽ ഇറാനിൽ നിർമ്മിച്ച മതപരമായ ഉദ്ധരണികളുള്ളതും ആയത്ത് അൽ കുർസി ആലേഖനം ചെയ്തതും ഇറാഖ് അല്ലെങ്കിൽ ഇറാൻ എന്ന പേരുൾപ്പെടെ അറബി ലിഖിതങ്ങളുള്ള ഗിൽഡഡ് ചെമ്പ് അലോയ് സീൽ ഉൾപ്പെടെയുള്ളവയെ കാണാൻ കഴിയും. ഇതൊരു മംഗോൾ സിൽക്ക് വസ്ത്രമാണ്. പുഷ്പവൃത്താകൃതിയിൽ അലങ്കരിച്ചതും ലാംബാസ്റ്റ് എന്നറിയപ്പെടുന്ന വളരെ സങ്കീർണമായ സാങ്കേതികതയിൽ ഇറാനിൽ നെയ്തതുമാണ്. ഗാലറി 2ലെ മനോഹരങ്ങളായ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഇറങ്ങുമ്പോൾ കാണുന്ന ഈ കോറിഡോർ സന്ദർശകർക്ക് റെസ്റ്റ് എടുക്കാനും ടോയ്ലറ്റ് സൗകര്യങ്ങളോട് കൂടിയതുമാണ്. അടുത്തത് 3ാമത്തെ ഗാലറിയാണ്. ഓട്ടോമാൻ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന സംഗീതോപകരണങ്ങളും വാളുകളും പാത്രങ്ങളും ഒക്കെ ഇവിടെ കാണാൻ കഴിയും. ഇതേ കാലഘട്ടത്തിൽ തന്നെ സിൽക്കിൽ ഉണ്ടാക്കിയ വസ്ത്രവും ഖുർആന്റെ കവറുമാണിത്. മുകളിലെ 4ാമത്തേതും അവസാനത്തേതുമായ ഗാലറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണാൻ കഴിയുന്നത് ഷാർജ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു മിനിയേച്ചർ രൂപമാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റിലെ ഷാർജയിലുള്ള ഒരു സ്വകാര്യ സർവകലാശാലയാണ് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജ. സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി 1997-ലാണ് ഇത് സ്ഥാപിച്ചത്. ഇവിടെ ഇപ്പോൾ 94-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 5000-ലധികം വിദ്യാർത്ഥികളും 48 രാജ്യങ്ങളിൽ നിന്നുള്ള 360-ലധികം പേരുടെ മുഴുവൻ സമയ ഫാക്കൽറ്റിയും ഉണ്ട്. AD 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിർമ്മിച്ച തടി, സ്റ്റീൽ, കോപ്പർ കൊണ്ടുള്ള പിസ്റ്റോൾസ് മുതൽ വാരിയേഴ്സിന്റെ ഫുൾ സൂട്ട് വരെ ഇവിടെ ശേഖരത്തിൽ കാണാൻ കഴിയും. ആദ്യം പരാമർശിച്ച ആ വലിയതും ഗോൾഡൻ കളറുള്ളതുമായ ഡോമിന്റെ നേരെ താഴെ എന്താണെന്ന് നോക്കാം. മനോഹരമായ കാർപ്പറ്റ് വിരിച്ചു രാജകീയ ഇരിപ്പിടങ്ങൾ ഒക്കെ ഒരുക്കി സന്ദർശകരെ രാജകീയമായി തന്നെ സ്വീകരിക്കുകയാണ് ഇവിടം. ഡോമിന്റെ അകത്തെ ഡിസൈൻ സോഡിയാക് കോൺസ്റ്റലേഷൻസ്, അതായത് നക്ഷത്ര സമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. മൾട്ടിമീഡിയകൾക്ക് പകരമായി പുരാവസ്തുക്കളുടെ സോളിഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് മ്യൂസിയത്തിന്റെ വിജയം. ഇതിൽ ഷാർജ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷൻ 100% കൂറു പുലർത്തിയെന്നു തന്നെ പറയാം. എനിക്ക് മ്യൂസിയങ്ങൾ വളരെ ഇഷ്ടമാണ്. ഭൂതകാലത്തിൽ നിന്നും യഥാർത്ഥവും ഭൗതികവുമായ വസ്തുക്കൾ കാണാൻ മ്യൂസിയങ്ങൾ നമുക്ക് അവസരം ഒരുക്കുന്നു. ചരിത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളിൽ വായിക്കുന്നതിന് പകരം അനുഭവാത്മകമായ രീതിയിൽ യഥാർത്ഥ കാര്യങ്ങളുമായി ഇടപഴകാൻ അവ നമ്മെ അനുവദിക്കുന്നു. അത്തരത്തിൽ ഒരുപാട് മ്യൂസിയങ്ങളുടെ നാടായ ഷാർജയിൽ ജീവിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നു.
ഷാർജ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷനിലെ കാഴ്ചകളും വാർത്തകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോയുടെ ദൈർഘ്യമേറി പോകുന്നത് കാരണം അവിടെയുള്ള ഓരോ വാർത്തകളും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചിട്ടില്ല. എങ്കിലും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തുവാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എക്സ്പ്ലോറിംഗ് ഷാർജയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കും. ഇത്തരം രസകരവും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള എക്സ്പ്ലോറിംഗ് ഷാർജയുടെ അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. അതുവരെ ഗുഡ് ബൈ.